ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഒരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന ഒരു ലഡു റെസിപ്പിയാണ് കേട്ടോ. വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻസിൽ പോയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ലഡു ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ അവിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് അളവിൽ അവിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് അവിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഈ ലഡുവിന് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ അവിൽ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കപ്പ് അളവിൽ അവിലേക്ക് ഞാനിവിടെ 1 കപ്പ് അളവിൽ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ടെടുക്കുക. ഒരു ക്രിസ്പി ആക്കി വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയിട്ടെടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ അവിലും തേങ്ങയെല്ലാം നല്ലപോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തണുത്തതിന് ശേഷം നമുക്കൊരു ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി അതേ പാത്രത്തിലോട്ട് തന്നെ 1 കപ്പ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടൊന്ന് മെൽറ്റാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാനിവിടെ തേങ്ങയും അവിലും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഫൈനാക്കിയാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് ഒരു ക്രഷ് ആക്കിയിട്ട് എടുക്കുന്ന പോലെ എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ശർക്കര ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്നും കൂടെ ഒന്ന് കുറച്ചൊരിത്തിരി ഒന്ന് കുറുകി കിട്ടണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അവിലും തേങ്ങയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിന് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്നൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവുന്നത് വരെ നമുക്കിതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്കിതിലേക്ക് കാഷ്യൂ ചേർത്ത് കൊടുക്കാം. കാഷ്യൂ ചേർത്തെടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഡ്രൈ ആവുന്നത് വരെ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക കേട്ടോ. ലഡുവിനുള്ള ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഓരോന്നും ലഡുവിൻ്റെ ഷേപ്പാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഓരോന്നും ബോൾസ് ആക്കിയിട്ട് എടുക്കാവുന്നതാണ്. വീട്ടിൽ അവിലിരിപ്പുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നൊരു ലഡു ആണ് കേട്ടത്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഇങ്ങനെ അവിൽ വെച്ചിട്ട് ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ അവിൽ ലഡുവിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതാണ്. അസ്സലാമു അലൈക്കും.